applying laser on my face, this and that. Applying laser onto my head, applying laser onto my face, feet, palm. Much difficulty actually. So much problem for these criminals. They can't understand what problem. Medical mafia. Medical mafia. Hair transplant, muscle transplant. And once Srila was saying that she kept her second daughter's blood stem and blood cells in the band there at stem blood cell band there at Mumbai, paying 5,000 per month or something like that. And she's saying years back, and he's saying it will be sometimes it will be helpful for your daughter also. It is. I said, for what? Huh? You do your daughter's thing. Two daughters are there. Let her admit 1 month those two and create money. And she's saying even it will be useful for your daughter. It is for what purpose? I said she's having 2 daughters. Let her make her daughter suffer facilities and keep her in the hospital and make money. Let her make money. Not with me and Malavika. Let her do her work. I'm not her guardian or anything. നടക്കുക തന്നെ ശ്രീകാഴ്ചപ്പണിക്ക് ഭർത്താവിനെ കൊന്നേക്ക് ഇനി അടുത്ത ആളിനെ ആരെ കൊല്ലാനാണെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുക. കടയിലോട്ടും പോയി അവിടോട്ടും ഇവിടോട്ടെല്ലാം കുറെ ലേസറായി എന്താ മനുഷ്യർക്ക് ജീവിക്കണ്ട കുറെ ലേസറും നൂസറും കുറെ കുന്തവും കൊണ്ട് നടക്കുക കുറെ ആളുമാരും അവന്മാരും എന്താ ഇത് കുറെ ഫോണുമായിട്ട് നടക്കുന്നു കുറെ മറിച്ചേവപ്പനും കുറെ ക്രിയേറ്റിംഗ് കഥയും കുറെ ഫേക്ക് ഓൺലൈൻ മാരേജ് മറ്റേ മാരേജ് കുറെ തൊഴിലും വേലൊന്നും ഇല്ല ഇങ്ങനെ നടക്കുക കുറെ ക്രിമിനൽസ്. മണ്ണെണ്ണ നാള് പറ്റിയോ? മണ്ണെണ്ണ നാളെന്ന് വണ്ടിയെല്ലാം പിടിച്ചോണ്ട് പോകും. അന്നേരം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വണ്ടിയൊക്കെ കളപ്പിലും മണ്ണെണ്ണയും പെട്രോളും ഒക്കെ മാറുന്ന വണ്ടി ഉണ്ടെങ്കിൽ അന്നേരമേ ഒന്ന് പിടിച്ചോണ്ട് പോകും ഗവൺമെന്റ്. കളപ്പിലും കുളപ്പിലും ഒന്നും വണ്ടി പോയാൽ മാറത്തില്ല. പൊല്യൂഷനും കുന്തവും പടച്ചക്രവും നടക്കുക. പൊല്യൂഷൻ മൂന്ന് റൊട്ടിയെ നിന്നുള്ളതിനും ഇറങ്ങി വണ്ണം വരും. എന്താ വണ്ണം? 3 റൊട്ടി ഉണക്കറൊട്ടിയെ നിന്നുള്ളതിനും വണ്ണമാണ് ഇങ്ങനെ വണ്ണം വിയർപ്പിക്കുക ഇങ്ങനെ വാട്ടാതിരിച്ച് കിഡ്നിയിലോട്ട് അടിച്ചോണ്ട് ഇവിടെ ടെക്നോളജിയും കൂടെ നടക്കുക ഒരാളുമാരും അമ്മാരും. ഫ്ലോട്ടിംഗ് ഗ്യാസും മറ്റേ ഗ്യാസും കുറെ ഗ്യാസും ജ്യൂസും മെഡിക്കൽ മാഫിയയുടെ കുറെ വേലകൾ ഒന്നും വെച്ച് ഇങ്ങോട്ടുണ്ടാകണ്ട. വൈകിട്ടിരുന്നാൽ മതി വേലയൊക്കെ. ക്രിമിനൽ ആക്ടിവിറ്റി കയ്യിരുന്നാൽ മതി. ഇങ്ങോട്ട് എടുക്കണ്ട ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും. ക്രിമിനൽ ആക്ടിവിറ്റി വല്ലതും കൈ വെച്ചിരുന്നാൽ മതി. ഇങ്ങോട്ട് എടുക്കണ്ട ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും. കുറെ ഓൺലൈൻ മാരേജ് ക്രിമിനൽ ആക്ടിവിറ്റി മറ്റേ ആക്ടിവിറ്റി ഒക്കെ കയ്യിലിരുന്നാൽ മതി. ഇങ്ങോട്ട് എടുക്കണ്ട ഒരാൾ വരാൻ. using laser
പല വീതിയല്ലേ പൈസ പിടിച്ചു വരുന്നത്, പൈസ പിടിച്ചു വരുത്താൻ. മുടി കൊഴിക്കണം, പല്ല് കൊഴിക്കണം, മുടി കൊഴിക്കണം, വണ്ണം കൂട്ടണം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണം, ക്യാൻസർ ഉണ്ടാക്കണം, മെമ്മറി ലോസ് ഉണ്ടാക്കണം എന്ന് വേണ്ട കൂടെ പോയെന്ന് അടച്ചു കഴിഞ്ഞാൽ ലേസറുമായിട്ട് മെഡിക്കൽ മാഫിയ രോഗി ഡയറക്ഷൻ എനർജി എപ്പോഴും മൊബൈലുമായിട്ട് ഞാൻ നടക്കുക. ഒരാൾ വരും ഓൺലൈൻ വർക്കാം, മറ്റേ വർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, മൊബൈൽ പിടിച്ചോണ്ട് 24 മണിക്കൂർ മൊബൈൽ താക്കത്തില്ല. എന്താ പൈസ മണ്ണെണ്ണ മാറാന്, ഡീസലും മണ്ണെണ്ണയും കൂടെ കുന്തുവെല്ലാം മാറാന് ഡൽഹി മുഴുവൻ മണ്ണെണ്ണ മാറ്റം വന്നു. എനിക്കൊന്നും അറിയണ്ടായോ മണ്ണെണ്ണ മാറ്റം വന്നു ഡൽഹി മുഴുവൻ. വീടുകളുടെ മുന്നിൽ മണ്ണെണ്ണ മാറ്റം വാങ്ങും, മെയിൻ റോഡിൽ മണ്ണെണ്ണ മാറ്റും. മെയിൻ റോഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ലല്ലോ ഇത്രയും വണ്ടി പോകുന്നത്. മണ്ണെണ്ണ മാറിയിട്ടും മറ്റേന്ന് മാറിയിട്ടും മണ്ണെണ്ണയും ഡീസലും പെട്രോളും ഒക്കെ മാറിയിട്ട് മനുഷ്യർക്ക് നടക്കണ്ടായിരിക്കില്ല. 10 ആയിരിക്കും റോഡിൽ നിന്ന് 10 ആയിരിക്കും മണ്ണെണ്ണ മാറിയിട്ടേ. മണ്ണെണ്ണയും പെട്രോളും ഒക്കെ മാറിയിട്ട് റോഡ് 10 ആയിരിക്കും. ഈ വിശേഷം ഒന്നും ഇങ്ങോട്ടല്ല. ക്രിമിനൽ കുട്ടിയൊക്കെ കഴിച്ചിരുന്നാൽ മതി. ക്രിമിനൽ കുട്ടിയൊക്കെ കുറെ കണ്ടതാണ് ഈ വയസ്സ് പഠിക്കുന്നത്. ക്രിമിനൽ PUP-യുടെ ഇതായി പഠിക്കാനൊക്കെ ബുദ്ധിയൊന്നും ഇങ്ങോട്ട് വേണം. മുറിയിലേക്ക് നടത്തി അതിനെക്കൊന്ന് കൊല വിളിച്ചിട്ട് കെട്ടിത്തൂക്കിയിട്ട് നടക്കുക. അതൊന്നും ഇങ്ങോട്ട് വേണ്ട. ഒന്ന് കെട്ടിത്തൂക്കുന്ന വേലയൊന്നും, സ്വത്തൊക്കെ വെച്ച് മാറ്റി കെട്ടിത്തൂക്കുന്ന വേലയൊന്നും ഇങ്ങോട്ട് വേണ്ട. ആർക്കൈൻ ഓവർസീസ് 2.25 ലക്ഷം രൂപയാണ് തട്ടി മോട്ടിച്ചത്. 2.25 ലക്ഷം രൂപയാണ് മോട്ടിച്ചേച്ച് വിസ വരാൻ നടക്കുന്നത്. പെണ്ണുങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റത്തില്ലയോ? ഇത് വല്ലാത്ത ലോകമാണല്ലോ, കാലം വന്നല്ലോ. പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലയോ? ഡിവോഴ്സിലായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ ഇങ്ങനെയുള്ള അവന്മാരെ കൊണ്ട്? ഇവരൊക്കെ പുറകിൽ നടക്കേണ്ട കാര്യം എന്തുവാ പെണ്ണുങ്ങള്? ഡിവോഴ്സ് ചെയ്യാനൊക്കെ പെണ്ണുങ്ങളെ പുറകിൽ നടക്കേണ്ട കാര്യം എന്തുവാ? സ്വത്തുള്ള പെണ്ണുങ്ങള് ഇതൊക്കെ എന്തിനാ പെണ്ണുങ്ങളെ പുറകിൽ നടക്കുന്നത്? കോടി വേണമെന്ന് കോടി ഉണ്ടാക്കണമെന്ന് നീ വയസ്സ് പഠിക്കാതെ കൊന്നേച്ച് പിടിച്ചേക്ക് അവരുടെ കോടി 2 കോടി കൊന്നേച്ച് കിട്ടും. പിന്നെ അല്ലെങ്കിൽ അസുഖം വരുത്തി കോടികൾ ഉണ്ടാക്കണമെന്ന് വലിയ നോക്കേണ്ട. അവനും പ്രീതായ പണിക്കണമെന്ന് പറയാൻ തള്ളിക്കും. നടക്കുക രണ്ടും കൂടെ കുടുംബമായിട്ട് നടക്കുക. നീ ട്രാൻസ്പ്ലാന്റ്, മറ്റേ ട്രാൻസ്പ്ലാന്റ്, 10 ആക്സിഡന്റ്. വലിയ കുടുംബത്തിൽ കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ 5-6 ആക്സിഡന്റ് കുട്ടികൾ മറ്റേതൊക്കെ ഉണ്ടാക്കി നടക്കുന്നവന്മാര്. 5-6 ആക്സിഡന്റും കുടുംബവും പഠിച്ചക്രമം കറക്റ്റ് വീഴുക എന്ന് വേണ്ട. കുറെ ഉണ്ടവന്മാരെ കയ്യില് ഇങ്ങനെ വയസ്സുകാരനും നടക്കുക ഇങ്ങനെ. ബിജുപ്പിയുടെ അമ്മയ്ക്ക് ഫ്രോക്ക് ജീൻസ് നടത്തിക്കൊണ്ടിരിക്കുക. പൈസയൊക്കെ അതുപോലെ ഒന്നേക്ക് കിട്ടുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. വീരായസ് പണിക്കലും ബിജുപ്പിയും പിന്നെ വേറെ എന്റെ ചീഫ് വരുമ്പോൾ വീരായസ് പണിക്കലും വളരെ 2ാമത്തെ കൊച്ചിനെ സൂചിപ്പിക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കുക. എന്റെ ഒത്ത് തട്ടിയെടുത്തേക്ക് വീരായസ് പണിക്കമ്മേന്ന് സൂചിപ്പിക്കാന്ന് വിചാരിച്ചത്. കോടീശ്വരിക്കാരി കോടീശ്വരിയാണോടി ഇപ്പം? ചോദിച്ചവളാ എന്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുക. അവിടെ അതെന്തിനാ എന്റെ വീട്ടിൽ വരുന്ന കൊണ്ട് കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയത്തില്ല. വിളിച്ചോണ്ട് പോകരുത്. രക്ഷണമ്മ അറിയിക്കുക എവിടാന്ന് വെച്ചാല് എന്റെ വീട്ടിൽ